സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഓരോ മനുഷ്യനും ഓരോ നിയോഗമുണ്ട്. അതാവട്ടെ ദൈവനിവേശിതവുമാണ്. അത്തരം കർമ്മങ്ങൾക്ക് ചരിത്രപരമായ ചില ധർമ്മങ്ങളുമുണ്ട്. എങ്കിലിതാ പീഡാനുഭവങ്ങൾക്ക് തൻ്റെ വാതായനങ്ങൾ തുറന്നുകൊടുത്ത ഒരു വൈദികൻ, വെളിച്ചത്തിൻ്റെ പ്രവാചകൻ. ജേക്കബ് തെക്കേമുറിയച്ചനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കാൽപ്പാടായി ഈ ഭൂമിയിൽ ജീവിച്ച് മനോഹരമായി നമ്മോടൊത്ത് നമുക്ക് ചൈതന്യം പകർന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. കൊച്ചു കാലം തൊട്ട് തന്നെ അദ്ദേഹത്തെ എനിക്കറിയാം. വളരെ തന്മയത്വത്തോടും ഉൾക്കാഴ്ചയോടും കൂടെ എല്ലാത്തിനെയും വിലയിരുത്തുവാനും എല്ലാം പഠിക്കാനുമുള്ള അപാരമായ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ രംഗത്തിന് മുമ്പുള്ള പഠനത്തിനും മറ്റ് കാര്യങ്ങളിലുമെല്ലാം വളരെ ശുഷ്കാന്തിയോടുകൂടി പഠിക്കുകയും എല്ലാം മനസ്സിലാക്കി മനോഹരമായിട്ട് ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കുവാനും അദ്ദേഹത്തിന് നന്നായിട്ട് കഴിയുമായിരുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേമുറിയച്ചൻ ദൈവകരങ്ങളിലെ ഒരു അത്ഭുത ഉപകരണമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒത്തിരിയേറെ കഴിവുകളും സിദ്ധികളും നിറഞ്ഞൊരു പ്രതിഭയാണ് അച്ഛൻ. അച്ഛൻ മദ്രാസ് ലയോള കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഫസ്റ്റ് റാങ്കോടെ പാസ്സായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം സെമിനാരി പഠന കാലത്ത് തന്നെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ആ നാളുകളിൽ തന്നെ ധാരാളമായിട്ട് ക്ലാസ് എടുക്കുകയും ധ്യാനിപ്പിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു വാഗ്മിയായിരുന്നു അച്ഛൻ. ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേമുറിയച്ചനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യ ചിന്ത പൗലോസ്ലീഹായുടെ തീക്ഷ്ണതയും യോഹന്നാൻ സ്ലീഹായുടെ സ്നേഹവും അൽഫോൻസാമയുടെ സഹനവും കോർത്തിണക്കിയ ഒരു വലിയ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുക. പത്തനംതിട്ട ജില്ലയിലെ കൊല്ലമുള ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കൊച്ചു ജേക്കബ് ക്രൈസ്തവ മൂല്യങ്ങളിലും പാരമ്പര്യങ്ങളിലുമാണ് തൻ്റെ ബാല്യകൗമാരങ്ങളെ ചിട്ടപ്പെടുത്തിയത്. എങ്കിലും ഈ കുടുംബം പിന്നീട് കണ്ണൂർ ജില്ലയിലേക്ക് താമസം മാറ്റി. ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേമുറിയച്ചൻ്റെ മാതൃ ഇടവകയാണ് കൊല്ലമുള സെൻറ്റ് മരിയ ഗുരേത്തി ഇടവക. അദ്ദേഹം മാമോദിസ സ്വീകരിച്ചത് ഈ ദേവാലയത്തിലാണ്.
അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചത് പള്ളിവക സ്കൂളിലാണ്. അദ്ദേഹം സെമിനാരിയിൽ ചേർന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മലബാറിലേക്ക് കുടിയേറി പാർക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനുമായിട്ട് എനിക്ക് അദ്ദേഹം മൈനർ സെമിനാരിയിൽ ചേർന്ന അവസരം മുതൽ പരിചയമുണ്ട്. ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേമുറി അച്ഛനും ഞാനും ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. ചെറുപ്പം മുതലേ അച്ഛനും ഞങ്ങളുമായിട്ട് നല്ല പരിചയവും നല്ല സൗഹൃദ ബന്ധവും എല്ലാം ഉണ്ട്. അച്ഛൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അച്ഛൻ ചെറുപ്പത്തിൽ നല്ല തീഷ്ണമതിയും നല്ല ബോധ്യവുമുള്ള ഒരു കുട്ടിയായിരുന്നു. ആ തീഷ്ണതയും ബോധ്യവുമാണ് സെമിനാരിൽ ചേരുവാനായിട്ടും വൈദികനാകുവാൻ വേണ്ടിയും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാനുമെല്ലാം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദികഗണത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേമുറിയച്ചന് ഒരു വലിയ അനുഗ്രഹമാണ്, ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ദൈവം നൽകിയ വലിയൊരു ദാനമാണ് കത്തോലിക്ക സഭയ്ക്ക് തന്നെ. അദ്ദേഹത്തിലൂടെ ദൈവജനത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ട് ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. തൻ്റെ 30-ാമത്തെ വയസ്സിൽ തിരുപ്പട്ടം സ്വീകരിച്ച് കാഞ്ഞിരപ്പള്ളി സെയിൻറ്റ് ഡൊമിനിക് കത്തീഡ്രൽ സഹവികാരിയായി ചുമതലയേറ്റുകൊണ്ടാണ് തെക്കേമുറിയച്ചൻ തൻ്റെ പൗരോഹിത്യ ജീവിതം സമാരംഭിക്കുന്നത്. പിന്നീട് കുറച്ചു മാസങ്ങൾ പാണപ്പിലാവ് പള്ളി വികാരിയായി സ്ഥാനമാറ്റം ലഭിച്ചു. വൈദികനായി അദ്ദേഹം അധികം കാലം ഇടവകയിൽ സേവനം ചെയ്തില്ല. പക്ഷെ സേവനം ചെയ്ത് അത്രയും കാലം എനിക്കറിയാം, നല്ല ബോധ്യത്തോടു കൂടിയാണ് പല പള്ളികളിൽ അസിസ്റ്റന്റ് വികാരിയായിട്ട് പലയിടത്തും സേവനം ചെയ്തത്. പിന്നീട് അദ്ദേഹം പഠിക്കുവാനായിട്ട് പോയി. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം അസുഖബാധിതനായെങ്കിലും ശരി, അദ്ദേഹം ജീവിതത്തെ വെല്ലുവിളിച്ചു എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം നിരാശനായില്ല, നല്ല പ്രത്യാശയുള്ളവനായി, നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മാരകമായ അസുഖത്തെ അദ്ദേഹത്തിന് അനായാസം മറികടക്കുവാനായിട്ട് സാധിച്ചു. മറികടക്കുക മാത്രമല്ല, അസുഖമാണ് എന്നും പറഞ്ഞ് സമയം അതിനെക്കുറിച്ച് ദുഃഖിച്ച് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി തന്നെ മാറ്റിയെന്നാണ് ഞാൻ പറയുന്നത്. എഴുത്തിലേക്ക് പോയി, പഠനത്തിലേക്ക് പോയി, പുതിയ പുസ്തകങ്ങൾ എഴുതി, പ്രത്യേകിച്ചും ബൈബിളിനെ കുറിച്ചൊക്കെ പഠിക്കുവാനായിട്ടും ആധികാരികമായിട്ട് എഴുതുവാനായിട്ടും എല്ലാം സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം പലർക്കും ഒരു മാതൃകയാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് എന്ത് ട്രാജഡീസ് ഉണ്ടായാലും ശരി, അതിനെല്ലാം ആത്മവിശ്വാസവും ദൈവവിശ്വാസവും കഠിനാധ്വാന ബോധവും ഉണ്ടെങ്കിൽ അനായാസം മറികടക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേമുറിയച്ചൻ്റെ ജീവിതം നമുക്ക് തരുന്നൊരു വലിയ സന്ദേശമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തോട് ഏറെ ആഭിമുഖ്യമുള്ള തെക്കേമുറി അച്ഛനിൽ ഒരു എഴുത്തുകാരൻ മുളപൊട്ടുന്നുണ്ടായിരുന്നു. സ്വർണ്ണ മെഡലും 1ാം റാങ്കും കരസ്ഥമാക്കി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ ഈ വൈദികനോടൊപ്പം ആ എഴുത്തുകാരനും വളരുന്നുണ്ടായിരുന്നു. ചരിത്രത്തിലേക്ക് ഗ്രാജുവേഷന് പഠിക്കാനായിട്ട് പോകുന്ന അവസരത്തിൽ മുൻപോട്ട് എന്താണ് പഠിക്കേണ്ടത് എന്ന ഒരു വിഷയം കാര്യമായ ചിന്തയ്ക്ക് വിഷയമായി. ഇംഗ്ലീഷ് സാഹിത്യം എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ കെമിസ്ട്രി എടുത്ത് പഠിക്കുക. കെമിസ്ട്രിക്ക് 2ാം റാങ്കാണ് അന്ന് മെറിറ്റ് ലിസ്റ്റിൽ എനിക്ക് കിട്ടിയിരുന്നത്. എങ്കിലും ഇംഗ്ലീഷ് ഭാഷ എടുത്ത് പഠിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. കാരണം അത് ലോകത്തിലേക്ക് തുറക്കുന്ന ഒരു ജാലകം. വൈദിക ശുശ്രൂഷയിൽ പ്രഭാഷണത്തിലൂടെയോ രചനയിലൂടെയോ എല്ലാം ലോകവുമായിട്ട് സംവദിക്കുവാൻ ഏറ്റവും ഉചിതമായ ഒരു ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും എടുത്ത് ഗ്രാജുവേഷൻ പഠനം ട്രിപ്പിൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ ഗോൾഡ് മെഡലോടുകൂടെ SBയിൽ പൂർത്തിയാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പഠനം, ഏത് സാഹിത്യത്തിൻ്റെയും പഠനം അങ്ങനെ ആയിരിക്കണം, അത് വളരെ ആസ്വാദ്യകരവും അനായാസവുമാണ്. സാഹിത്യം കവിതയാണെങ്കിലും
നാടകമാണെങ്കിലും നോവലാണെങ്കിലും എല്ലാം എനിക്ക് വളരെ വളരെ താല്പര്യമുള്ളതാണ്. ഞാൻ കവിതകൾ എഴുതാൻ പിന്നീട് പ്രചോദനമായതും തീർച്ചയായിട്ടും ഈ താല്പര്യമാണ്. പ്രത്യേകിച്ച് കവിതയോടും നോവലിനോടും എനിക്ക് വളരെയേറെ താല്പര്യം പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. എല്ലാ വിഷയത്തിലും ടോപ്പായിട്ട് മാർക്ക് മേടിക്കുവാനും ഗുരുക്കന്മാർക്ക് പ്രിയപ്പെട്ട ശിഷ്യനായിരിക്കുവാനും ഭാഷയിൽ കഴിവതും പ്രാവീണ്യം നേടുവാനും എല്ലാം ആ പഠനം എനിക്ക് ഉപകരിച്ചു. പിന്നീട് രൂപതയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം ആനക്കൽ സെയിൻറ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായി സേവനം തുടങ്ങി. ഒരുപക്ഷെ ഈ സ്കൂളിൻ്റെ ചരിത്രത്തിലെ മികച്ച ഇംഗ്ലീഷ് അധ്യാപകരിൽ പ്രഥമഗണനീയൻ തെക്കേമുറിയച്ചൻ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നലം തികഞ്ഞ ഒരു ദിഷണാശാലിയായ അധ്യാപകനായിട്ടാണ് തെക്കേമുറിയച്ചൻ അന്ന് അറിയപ്പെട്ടിരുന്നത്. അധ്യാപന വൃത്തിയാകുന്ന ആ വലിയ കല അതിൻ്റെ മനോഹാരിതയിൽ പൂർത്തിയാക്കുവാനുള്ള വലിയ അഭിനിവേശം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ അന്ന് നെള്ളിച്ചിരുന്നു. അറിവിൻ്റെ നൂതന മേഖലകളിലേക്ക് കുട്ടികളെ ഉയർത്തുന്നതോടൊപ്പം ആത്മീയതയുടെ ആഴങ്ങൾ കണ്ടെത്തുവാനും ആത്മീയമായൊരു പരിവേഷവും ആത്മീയ മൂല്യങ്ങളും വളർന്നു വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള വലിയൊരാഗ്രഹം അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പഠനം എന്ന കലയോടൊപ്പം കുട്ടികളിലെ എല്ലാ തരത്തിലുള്ള സർഗവാസനകളും ഒരു ദൈവികമായ പരിവേഷത്തോടെ പൂർത്തിയാക്കുവാനുള്ള വലിയൊരാഗ്രഹം അച്ഛൻ കാണിച്ചിരുന്നു. അതുപോലെ കുഞ്ഞുങ്ങളോട് വളരെയേറെ സ്നേഹവും സൗഹൃദവും പുലർത്തുന്ന ഒരു കൂട്ടുകാരനെ പോലെ കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു നല്ല അധ്യാപകനായ അച്ഛനെയാണ് അന്ന് സെൻറ് ആൻറ്റണീസിൻ്റെ മുറ്റത്ത് കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ ജോലി നിർവഹിക്കുമ്പോഴും വളരെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. ഇത് മാത്രമല്ല, ആ സമയത്തും ധാരാളം ക്ലാസ്സുകൾ, ക്യാമ്പുകൾ, ധ്യാനങ്ങൾ, അങ്ങനെയുള്ള ധാരാളം പ്രോഗ്രാമുകളിൽ അച്ഛന് ഇൻവോൾവ് ആയിരുന്നു. അധ്യാപക വൃത്തിയോടൊപ്പം ഇടവകയിലെ ആത്മീയ കാര്യങ്ങളിലും അച്ഛൻ നിരന്തരം ഇടപെട്ടിരുന്നു. യുവജന ധ്യാനങ്ങളും കൂട്ടായ്മകളും ഈ കാലത്ത് സജീവമായിരുന്നു. ഒപ്പം മതബോധന രംഗവും. ഞങ്ങളുടെ ഇടവകയിൽ വന്നതിന് ശേഷം അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ജനകീയമായ ഒരു രീതിയിൽ ജനങ്ങളോട് ഇടപെടുക, അല്ലെങ്കിൽ എല്ലാ വീടുകളിലും സന്ദർശനം നടത്തുക എന്നുള്ളതായിരുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ എല്ലാം സമൂഹത്തിന് മുതൽക്കൂട്ടായ യുവജന സമൂഹത്തെ ഒന്നിച്ചു ചേർക്കാനും അവരെ ആധ്യാത്മിക മുന്നേറ്റത്തിലേക്ക് നയിക്കുവാനായിട്ട് അച്ഛൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതിനായിട്ട് അച്ഛൻ ചെയ്തത് ഞങ്ങളുടെ ഇടവകയിൽ 2 ധ്യാനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുവേണ്ടി യുവജനങ്ങളെ സംഘടിപ്പിക്കുവാനായിട്ട് ഏതാനും യുവാക്കളുടെ ഒരു കൂട്ടായ്മയുണ്ടാക്കി അതിനുശേഷം വാർഡ് തലത്തിൽ ഓരോ ഭവനങ്ങളിലും കടന്നു ചെന്ന് ഓരോ യുവജനങ്ങളെയും വ്യക്തിപരമായിട്ട് കണ്ട് അവരെ ഈ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. വിമർശിച്ചിരുന്ന പലരും പോലും ഈ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ വന്നു എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. അവരിൽ പലരും ഇന്നും അച്ഛനോട് ചേർന്ന് പല ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നു എന്നുള്ളതും സത്യമായൊരു കാര്യമാണ്. ഇതിലെല്ലാം ഒരു പ്രത്യേകത ഞങ്ങൾ കണ്ടത് യുവജനങ്ങളെ ഒന്നിച്ചു കൂട്ടുവാനും അവർക്കൊരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ടും തെക്കേമുറിയച്ചന് സാധിച്ചു എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ അച്ഛനിവിടെ പ്രവർത്തിച്ചുള്ളൂ എങ്കിലും ഇടവകയെ ആകമാനം ആധ്യാത്മികമായിട്ട് ഒരു ഉണർവിലേക്ക് നയിക്കുവാനായിട്ട് തെക്കേമുറിയച്ചന് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഇടവകയുടെ ആധ്യാത്മിക കാര്യങ്ങളിലും ഏറെ അച്ഛൻ ശ്രദ്ധാലുവായിരുന്നു. കുടുംബ കൂട്ടായ്മകൾ സജീവമാക്കുന്നതിലും ഇടവകയിലെ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിലും അവരുടെ ആത്മീയ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ ചെയ്യുന്നതിലുമൊക്കെ ഏറെ താല്പര്യം കാണിച്ച ഒരു വ്യക്തിയായിട്ടാണ് അച്ഛനെ അന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അതുപോലെ അദ്ദേഹം സൺഡേ സ്കൂളിൽ കുട്ടികളുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലൂടെയാണ് ധാരാളം കുഞ്ഞുങ്ങൾ ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരുവാനും ഒരു നല്ല വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടുവാനുമൊക്കെ ഇടയായ കാര്യമൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഈ കാലയളവിലെല്ലാം സാരമായ ചില രോഗലക്ഷണങ്ങൾ
അച്ഛനെ അലട്ടിക്കൊണ്ടിരുന്നു. എങ്കിലും ദൈവാശ്രയത്തിൻ്റെ പാരമ്യതയിൽ ഈ വൈദികൻ അതൊന്നും സാരമാക്കിയില്ല. തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയോടൊപ്പം എഴുത്തും അനുസ്യൂതം തുടർന്നുകൊണ്ടിരുന്നു. നാലാപ്പാട്ട് നാരായണമേനോൻ പാടിയതുപോലെ സഹനങ്ങളിൽ സ്ഫുടഭാഗം ചെയ്ത ഒരു ജീവിതമായിട്ട് പിന്നീട് അച്ഛൻ്റെ ജീവിതം മാറിയപ്പോഴാണ് അച്ഛനിലെ ഒരു കലാകാരൻ ജന്മം കൊണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഉരുക്കിടുന്നു മിടിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. വലിയ കലാകാരനായ ഈശ്വരൻ ദൈവം തൻ്റെ അനശ്വര കലാനിധിയിലേക്ക് അച്ഛനാകുന്ന ചെറിയ കലാകാരനെ ഉയർത്തിയത് സഹനങ്ങളുടെ കണ്ണുനീരിൻ്റെ കനൽ വീണ വഴികളിലൂടെയാണ്. പിന്തിരിഞ്ഞു നോക്കുമ്പോഴാണ് എന്തുകൊണ്ട് ദൈവം ഈ സഹനങ്ങളും രോഗങ്ങളുമൊക്കെ അച്ഛന് നൽകിയത് എന്ന് മനസ്സിലാക്കുക. ഉദാത്തമായ ഒരു കലാസൃഷ്ടിക്ക് രൂപം കൊടുക്കുവാനായി അച്ഛനെന്ന് പറയുന്ന വലിയ കലാകാരനെ ഒരുക്കി വാർത്തെടുക്കണമെങ്കിൽ സഹനത്തിൻ്റെ ഈ വേളകളും രോഗത്തിൻ്റെ കാഠിന്യങ്ങളും ആവശ്യമാണെന്ന് ഒരു പക്ഷേ സ്വർഗസ്ഥനായ പിതാവിന് അറിയാമായിരുന്നിരിക്കണം. തീർത്തും വ്യക്തിപരവും ദൈവാശ്രിതവുമായ ചില കാരണങ്ങളാൽ അധ്യാപക സേവനത്തിൽ നിന്നും വിരമിച്ച് വീണ്ടും വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. പരിശുദ്ധ കുർബാനയുടെ എല്ലാ മാനങ്ങളും വിശദമായിട്ട് പ്രഖ്യാപിക്കുന്ന, വിശദമായിട്ട് ഓഡിയോ വിഷ്വലിലൂടെ കാണിച്ചു തന്ന ഒരു ധ്യാനമായിരുന്നു ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേമുറി അച്ഛൻ്റെ ദിവികാരുണ്യ അനുഭവ ധ്യാനം. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് ചെയ്തിരിക്കുന്ന വലിയ നടത്തിപ്പുകൾ പഴയ നിയമ ജനതയുടെ ജീവിതത്തിലും ഇന്നത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നടത്തിയിരിക്കുന്ന ആ വലിയ നടത്തിപ്പുകൾക്ക് നാം എപ്രകാരം നന്ദി പറയണമെന്ന് അച്ഛൻ്റെ ഈ കുർബാന ധ്യാനത്തിലൂടെ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് എനിക്കും മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ബലിയായ പരിശുദ്ധ കുർബാനയിലെ ബലിമാനങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിലൂടെ വിശദീകരിച്ചപ്പോൾ അത് ഞങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുകയും ഇന്നും ആ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ എങ്ങനെ ബലിയായി അർപ്പിക്കണമെന്ന്, ഈശോയുടെ ഒത്ത് ബലിയായി അർപ്പിക്കണമെന്നുള്ള ഒരു ആഴമായ ബോധ്യത്തിലേക്ക് വരികയും അത് നടത്താനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിരുന്നായ വിശുദ്ധ കുർബാനയിൽ ആ വിരുന്നിലെ പ്രധാനപ്പെട്ട ഘടകം മുറിച്ചു വിളമ്പലാണല്ലോ. അച്ഛൻ്റെ ജീവിതത്തിലൂടെ അതെങ്ങനെ പരിശുദ്ധ കുർബാനയിൽ മുറിച്ചു വിളമ്പുന്നുവെന്ന് അച്ഛൻ ഓരോ കാര്യത്തിലൂടെയും ഞങ്ങൾക്ക് വിശദമാക്കി തരികയുണ്ടായി. 1988 ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേമുറിയച്ചൻ ഈ ഇടവകയിൽ സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. വെറും 5 മാസക്കാലമേ ഇവിടെ ഇരുന്നുള്ളൂ എങ്കിലും ഈ കാലം കൊണ്ട് ആളുകളെയെല്ലാം, ഇടവക ജനത്തെ മുഴുവന് ആത്മീയമായൊരു വലിയ ഉയർച്ചയിലേക്ക് നയിക്കുവാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ആഴമേറിയ ഒരു പഠനം അദ്ദേഹത്തിൻ്റെ ഞായറാഴ്ചകളിലുള്ള പ്രസംഗങ്ങളിൽ അദ്ദേഹം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ആ പ്രസംഗങ്ങളെ എന്നും ഓർമ്മിക്കത്തക്ക വിധത്തിൽ ഉള്ളതായിരുന്നു. ദൈവാനുഭവം വിശുദ്ധ കുർബാനയിലൂടെ സംജാതമാകണമെന്നുള്ളൊരാശയം അദ്ദേഹം പറയുമായിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ മലയിലേക്ക് കയറി ചെല്ലണം. ദേവാലയങ്ങളൊക്കെ മലമുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവിക സാന്നിധ്യമുള്ള സ്ഥലമാണ് ആ മലമുകൾ എന്നാണ്. അപ്പം മലമുകൾ ദൈവിക സാന്നിധ്യമുള്ളതായതുകൊണ്ട് ദൈവിക അനുഭവം അവിടെ വെച്ചുണ്ടാകുവാനിടയുണ്ട്. ബൈബിളിലെല്ലാം ഈ ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച്, മലമുകളിലുള്ള ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനമാണ് അദ്ദേഹം തൻ്റെ ഈ 5 മാസക്കാലം കൊണ്ട് ഈ ഇടവക നടത്തിയിട്ടുള്ളത്. കുർബാനയും വെളിപാടും എന്ന പുസ്തകത്തിലൂടെ വെളിപാടിലെ നടക്കുന്ന സമുന്നതമായ ആരാധന ഈ പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നു എന്നുള്ള കാര്യം അച്ഛൻ കുർബാനയുടെ ധ്യാനത്തിലൂടെ വിശദമാക്കുകയും ആ പുസ്തകത്തിലൂടെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. ഇവ കാര്യങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയിൽ ഊന്നിയ ഒരു ജീവിതം നയിക്കുന്ന ഒരു വൈദികനാണ്
ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേമുറി അച്ഛൻ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഏറെ നാളായി തന്നെ അലട്ടിക്കൊണ്ടിരുന്ന രോഗപീഠകളുടെ പാരമ്യതയിലാണ് ഈ വൈദികൻ കൽത്തൊട്ടി ഇടവകയിൽ സേവനം തുടങ്ങുന്നത്. ഇടവകയിൽ അച്ഛൻ സേവനത്തിനായി എത്തിയ ദിനം മുതൽ ഞായറാഴ്ച കുർബാനകളിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശദമായ പഠനം ഇടവകാംഗങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു. ഓരോ പ്രസംഗത്തിലും ഇത് ഈ ഇടവകയിലെ ആളുകൾക്ക് പരിശുദ്ധ കുർബാന എന്തെന്നുള്ള ബോധ്യത ഉണ്ടാക്കുവാൻ ഇടയായി. ആളുകൾ കുർബാനയെ സജീവമായി പങ്കാളിത്തം കൂടി കുമ്പസാരത്തിലും കുർബാന സ്വീകരണത്തിലും ആളുകൾക്ക് താല്പര്യമുണ്ടായി. അതോടുകൂടി ഇടവകയിലെ ആത്മീയ ഉണർവിന് സാഹചര്യമൊരുങ്ങി. തുടർന്ന് ഒരു ധ്യാനം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ച് ധ്യാനത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തി. എന്നാൽ ധ്യാനം നടക്കേണ്ട സമയത്ത് ധ്യാനിപ്പിക്കേണ്ട ടീം എത്തിയില്ല. അച്ഛൻ ആ ധ്യാനം ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് 5 ദിവസം നീണ്ട ധ്യാനം ഇടവകയിൽ നടത്തി. ഇടവകയുടെ ചരിത്രത്തിൽ ഇന്നോളം നടന്നുള്ള ധ്യാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും ആളുകളിൽ നവീകരണം സൃഷ്ടിക്കുകയും ചെയ്ത ധ്യാനമാണിത്. ജേക്കബ് തെക്കേമുറിയച്ചൻ ഞങ്ങളുടെ ഇടവകയിൽ വന്നതിന് ശേഷം പ്രാർത്ഥനാ ജീവിതത്തെപ്പറ്റി കൂടുതലായി ഞങ്ങളെ പഠിപ്പിക്കുകയും ജാതിമത ഭേദമന്യേ എവിടെ പ്രാർത്ഥിക്കുവാൻ പോകുന്നു എന്ന് കേട്ടാൽ ആ കൂടെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഞങ്ങൾക്കൊരു മാതൃകയായിരുന്നു. ഈ ഇടവകയിൽ എപ്പോൾ കയറി വന്നാലും അച്ഛൻ പള്ളിമുറിയിൽ കാണുകയില്ല, പള്ളിക്കകത്തായിരിക്കും മിക്കവാറും. അതിനിടയ്ക്ക് രോഗങ്ങളെല്ലാം അച്ഛൻ കാഴ്ച വെച്ചുകൊണ്ട് എല്ലാ വീടുകളിലും പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ കൂടെ തന്നെ വരികയും പ്രാർത്ഥനയിലൂടെ നമുക്കെല്ലാം നേടിയെടുക്കാമെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകുകയില്ലെന്ന് പല പ്രാവശ്യം അച്ഛൻ ഞങ്ങളോടായിട്ട് വ്യക്തിപരമായിട്ട് പോലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾ കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിലേക്ക് ഞങ്ങളെയൊക്കെയും കടത്തിക്കൊണ്ടുവരികയും ചെയ്ത ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛനാണ്. രോഗപീഠകളിലും തൻ്റെ ഇടവകയുടെ ആത്മീയ പുരോഗതി അച്ഛനെന്നും പ്രഥമം തന്നെയായിരുന്നു. എല്ലാവരിലും സുവിശേഷം എത്തിക്കാൻ എന്നും ഈ വൈദികന് തിടുക്കമായിരുന്നു. ഇടവകയിൽ അച്ഛന് ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം അച്ഛനെ മറക്കാൻ മേലാത്ത ഒത്തിരിയേറെ അനുഭവമായിരുന്നു അച്ഛനിൽ നിങ്ങൾക്കുണ്ടായത്. ഇതിനു മുമ്പിരുന്ന അച്ഛന്മാരെക്കാളും ഒത്തിരിയേറെ മാറ്റമുള്ള ഒരു പുത്തൻ മനുഷ്യനെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ഒരു ആത്മീയമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു വൈദികൻ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ശക്തമായി ഇടവകയിലെ ഓരോ കുടുംബത്തിനും ഓരോ മക്കൾക്കും വേണ്ടി അച്ഛൻ പ്രവർത്തിച്ചു. ഇടവകയിലെ പഴയകാല മനുഷ്യരായിരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനെല്ലാം അടിമപ്പെട്ട ഇവിടുത്തെ ഇടവകയിലെ പല വ്യക്തികളും അച്ഛൻ്റെ വരവോടുകൂടി അച്ഛൻ അവരെയെല്ലാം കാണുകയും അവർക്ക് വേണ്ടുന്ന കൗൺസിലിങ്ങും അവർക്ക് വേണ്ടുന്ന ധ്യാനങ്ങളുമെല്ലാം കൊടുത്തപ്പോൾ അവരിലേക്കൊരു പുത്തൻ ജീവൻ കടന്നു വന്നു. അവരുടെ കുടുംബങ്ങൾക്ക് തന്നെ ഒരു പുതിയ മാറ്റങ്ങൾ വന്നു. ഒടുവിൽ തൻ്റെ പീഡാനുഭവത്തിൻ്റെ ദൈവാനുഭവത്തിലേക്ക് തെക്കേമുറിയച്ചൻ കടന്നു ചെന്നു. അതെ, തൻ്റെ ഇരുവൃക്കകളും തകരാറിലായെന്ന സത്യത്തോട് അച്ഛൻ മെല്ലെ മെല്ലെ പൊരുത്തപ്പെട്ടു. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന
തട